വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഉമരിയ സ്മാർട്ട് സ്കൂൾ ഉദ്ഘാടനവും അലിഫ് ഡേ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പശ്ചിമ കൊച്ചിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നൂറ്റാണ്ടിനോടടുക്കുന്ന അൽമദ്രസത്തുൽ ഉമരിയ സ്കൂൾ നൂതന സംവിധാനങ്ങളോടെ ആവിഷ്കരിച്ചിട്ടുള്ള സഹറത്തുൽ ഖുർആൻ പ്രീ സ്കൂൾ വിദ്യാർത്ഥികളുടെ അലിഫ് ഡേയും ഗ്രേഡ് ഫസ്റ്റിലേക്കുള്ള സ്മാർട്ട് സ്കൂൾ പ്രവേശനവും നടന്നു. ചെയർമാൻ കെ സിദ്ദീഖ് നിസാമി അൽ അർഷദിയുടെ അധ്യക്ഷതയിൽ കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ VSM ഫൈസൽ ആമുഖ പ്രഭാഷണം നടത്തി. ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA മനാഫ്, കൊച്ചി താലൂക്ക് ജമാഅത്ത് കൗൺസിൽ സെക്രട്ടറി CA ഫൈസൽ, കൽവത്തി മഹല്ല് പ്രസിഡന്റ് CE സിയാദ്, കുന്നുംപുറം ജമാഅത്ത് പ്രസിഡന്റ് TK മുഹമ്മദ്, പടിഞ്ഞാറേക്കോട് മുഹദ്ദീൻ പള്ളി പ്രസിഡന്റ് PM നൌഷാദ്, കേരള മുസ്ലിം ജമാഅത്ത് കൊച്ചി സോൺ ജനറൽ സെക്രട്ടറി A അനീഫ് ഹാജി, മാതളപ്പള്ളി മഹല്ല് സെക്രട്ടറി PK നാസർ എന്നിവർ സംസാരിച്ചു. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിന് കൽവത്തി മഹല്ല് ഖത്തീബ് TH അബ്ദുൽ ഖാദർ മുസ്ലിയാർ, VP അലിയാർ മുസ്ലിയാർ, NUM ഷാജഹാൻ സക്കാഫി എന്നിവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി PA ഇബ്രാഹിം സ്വാഗതവും മാനേജർ നിസാർ ഫാദലി അൽ ഹിക്കമി നന്ദിയും രേഖപ്പെടുത്തി. അടിസ്ഥാനത്തിൽ നമ്മൾ സമൂഹത്തിൽ വിദ്യാഭ്യാസമായി പിന്നോക്കം പോവുകയുണ്ട്. ആ വിദ്യാഭ്യാസമായി പിന്നോക്കം പോകുന്ന ആളുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ കാരണവന്മാർ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ സമ്പന്നമാക്കിയെടുക്കുന്ന മഹത്തായ ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ഏതാണ്ട് 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രസ്താവിച്ചത്. ഇപ്പോൾ 10 സ്കൂള് അടച്ചുപൂട്ടി, നമ്മുടെ സ്കൂൾ അടച്ചുപൂട്ടി, ഉമരിയ സ്കൂള് അടച്ചുപൂട്ടിയെങ്കിലും അതിനുശേഷം നമ്മുടെ മഹമ്മദും നമ്മുടെ DS മൈദുവാലി അടക്കമുള്ള ആളുകൾ, നമ്മുടെ മരിച്ചു അലിയാരാജി അടക്കമുള്ള ആളുകൾ വളരെ ശ്രമകരമായി വീണ്ടും ഈ ഉമരിയ സ്കൂൾ ഉയർത്തിയെടുത്ത് 20 വർഷം മുമ്പ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ മദ്രസ വിദ്യാഭ്യാസം, പഴയ പോലെ മദ്രസ വിദ്യാഭ്യാസം, അതിനുശേഷം ഇപ്പം കാണുന്നത് പോലെ ഒരു വലിയ സ്മാർട്ട് സ്കൂൾ. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറി വരുമ്പോൾ വേണ്ടിയാണ് ആ മഹാന്മാരെ പടുത്തുയർത്തിയത്. അതേ ലക്ഷ്യത്തോടുകൂടെ കൊണ്ടുപോകാനും തുടർന്ന് നടത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്കൊക്കെ അറിയാം. ഇപ്പൊ നമ്മുടെ ഈ സദസ്സിലുള്ള നമ്മുടെ സിയാദക്കാരോട് ഇപ്പൊ സംസാരിച്ച പോലും പറഞ്ഞു, അദ്ദേഹമൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. വലിയ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അവരുടെ ആ ഒരു ബാല്യകാല ഓർമ്മകൾ ഈ നാട്ടിലെ ജനസമൂഹത്തിന്റെ 90% ആളുകളും പഠനം നടത്തിയത് ഉമരിയ സ്കൂളിൽ നിന്നാണെന്ന് അറിയാൻ കഴിയും. അപ്പൊ അവരുടേതൊക്കെ ആ ഒരു സ്നേഹങ്ങളും സൗഹാർദ്ദങ്ങളും തളം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ പുനർനിർമ്മാണവും മറ്റും നടത്തി മദ്രസ 10ാം ക്ലാസ് വരെ നല്ല രീതിയിൽ നടക്കുന്നു. അത് സഹറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 3 വയസ്സുള്ള നമ്മുടെ മക്കളെ ഏറ്റവും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തന്നെ അതാണ്. എന്താണ്? ഒരു കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ മുഴുവനും മുട്ടിടുന്നതും രൂപപ്പെടുന്നതും 7 വയസ്സുവരെയുള്ള അവരുടെ പ്രായത്തിലാണെന്നാണ്. ഈ 7 വയസ്സിന് മുമ്പ് ഉള്ളിൽ അവർക്ക് കൊടുക്കുന്ന എന്താണോ അതാണ് അവരുടെ ഭാവി രൂപാന്തരപ്പെടുത്താൻ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ്. അപ്പൊ ആ ഭാവി രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ 3 വയസ്സ് മുതൽ സഹറത്തുൽ ഖുർആൻ ശാസ്ത്രീയമായ പാഠ്യപദ്ധതികൾ അനുസരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ വിദ്യാഭ്യാസം പ്രവർത്തനങ്ങൾ നടത്തുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയുമായിട്ടാണ്. ഇതിന്റെ ഓരോ ക്ലാസ്സുകളും അതിന് പ്രത്യേകം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ചൈൽഡ് സൈക്കോളജിയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മേഖലയിലും റിസർച്ച് നടത്തുന്ന നിരന്തരമായി ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവുമായാണ് ഇത് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നും പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികൾ അതിൻ്റെ ക്വാളിറ്റി അവർ ചെന്ന് കയറുന്ന ഓരോ സ്ഥാപനങ്ങളിലും അവർ മികച്ച വിദ്യാർത്ഥികളാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.